ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞ ആഴ്ച റിലീസായ സിനിമകളുടെ കൂട്ടത്തിൽ ആലപ്പുഴ ജിംഖാന നമ്മൾ കാണുന്നത് ഈ തിങ്കളാഴ്ചയായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച കുറേ സിനിമകൾ, ഇംഗ്ലീഷ് സിനിമകളടക്കം കാണണമെന്ന് ആഗ്രഹം തോന്നിയ സിനിമകളുണ്ടായിരുന്നു. പക്ഷേ വെള്ളി ശനി ദിവസങ്ങളിലൊന്നും ആരോഗ്യാവസ്ഥ അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കാണാൻ ബാക്കിയുള്ള സിനിമകളിൽ 2 ഹോളിവുഡ് സിനിമകൾ ഇന്ന് കാണാൻ തീരുമാനിച്ചു. ഐമാക്സ് വെച്ചിട്ടാണ് കാണുന്നത്. എനിക്ക് വീട് വരെ പോയി വരാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ എസൻസ് നമ്മളപ്പോൾ തന്നെ ഷൂട്ട് ചെയ്ത് വെക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ദി അമച്ചർ എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ആദ്യം ഇപ്പോൾ പോയി കണ്ടു തീർത്തത്. സിനിമ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഒരു CIA അവരുടെ ഓൺ ഡെസ്ക് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറച്ച് ആളുകളാൽ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഏജൻസിയുടെ സഹായം പുള്ളി തേടുന്നുണ്ട്. എന്നെ ഒന്ന് ട്രെയിൻ ചെയ്യൂ, എനിക്ക് ഗൺസും ബാക്കി സാധനങ്ങളൊക്കെ തരും, ഞാൻ പോയി കൊന്ന് പ്രതികാരം ചെയ്തിട്ട് വരാമെന്ന്. അപ്പോൾ അവർ പോയി പണി നോക്കാൻ പറയും. പക്ഷേ അദ്ദേഹം മുന്നിട്ടിറങ്ങുകയാണ് ഭാര്യയ്ക്ക് വേണ്ടി പകരം ചോദിക്കാൻ വേണ്ടിയിട്ട്, ഭാര്യയുടെ മരണത്തിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ട്. അതിലെന്ത് സംഭവിക്കുന്നു, എങ്ങനെയാവുന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ ഓഫർ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നല്ല ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റാണ് സിനിമയ്ക്കുള്ളത്. നല്ല രസമായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഈ സിനിമ എങ്ങനെ ഫീൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ആളുകളെയൊക്കെ കൊല്ലുന്നു, ബ്ലാസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ ആളുകളെ ഇല്ലാതാക്കുന്നു, പ്രതികാരം എന്നുള്ളതിനേക്കാളൊക്കെ കൂടുതൽ എനിക്കിത് ഭയങ്കര ഇമോഷണലി ഫീൽ ചെയ്തൊരു പടമാണ്. കാരണം ഒപ്പമുള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ, അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരാണ് നമ്മുടെ ലോകം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ലോകത്തിൽ അവരും കൂടി ചേരുന്നതാണ് ലോകം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നിടത്തുനിന്ന് അവരില്ലാതെ ആവുക എന്ന് പറയുന്നൊരു മൊമെൻറ്റ്, അത് ഭയങ്കര പെയിൻഫുള്ളാണ്, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്ന് പെടുന്ന ആളുടെ ഒരു പെയിൻ, അയാൾ ഈ ചെയ്തു കൂട്ടുന്നതിനെയൊക്കെ ന്യായീകരിക്കുക എന്നൊക്കെ പറയുന്നത്, അയ്യോ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ പറയുന്ന അത്രയും സാധനവും, എനിക്ക് ഈ പറയുന്ന ആക്ഷൻ ബോംബ് സ്ഫോടനം പരിപാടികൾ ഒക്കെ ഉള്ളപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതിൽ ആ ഇമോഷണൽ കണക്റ്റാണ്. അത് വർക്കായിരിക്കുന്ന രീതിയാണ് വളരെ 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 മനോഹരമായിട്ട്. അതിലെ പെർഫോമേഴ്സ് എല്ലാവരും വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ പുറത്തേക്ക് എടുക്കുന്നു. എല്ലാം കൊണ്ടും വളരെ രസമുള്ള ഒരു നല്ല അനുഭവം. പക്ഷേ ഞാനിതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഇടിവെട്ട് പടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങളിങ്ങനെ എന്താ പറയുക, കുറച്ച് സമയമൊക്കെ കാത്തിരുന്ന് എന്താണ് ഈ കഥയിലുള്ളത്, എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കി ആ ഇമോഷണൽ ജേർണി, അതൊക്കെ അങ്ങനെയൊക്കെ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ സിനിമ മിസ് ചെയ്യാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടു, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇനി അടുത്ത പടം ഇച്ചിരി ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം.